ജോലിക്കിടയിൽ പരിക്കേറ്റ സഹപ്രവർത്തകന് വീട് നിർമ്മിച്ചു നൽകി കേരള പോലീസ് അസോസിയേഷൻ മാതൃകയായി. സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സേനയുടെയും ആത്മാഭിമാനം വർദ്ധിപ്പിക്കുന്നതാണ് ഈ വീട് നിർമ്മാണമെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. വീടിന്റെ താക്കോൽദാനം നടത്തി സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ജോലിക്കിടയിൽ പരിക്കേറ്റ് ശയ്യാവലംബിയായ മണിയൂർ മുടപ്പിലാൽ സ്വദേശി കുഞ്ഞിപ്പള്ളി താഴക്കുനിൽ അനുരൂപിനാണ് പോലീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയത്. പോലീസ് സേനയ്ക്കൊപ്പം നാടിന്റെ പിന്തുണയുമുണ്ടെങ്കിൽ അനുരൂപിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും. വീട് നിർമ്മിച്ചു നൽകിയത് ഒരു കേരള മോഡലാണ്. അനുരൂപിനൊപ്പം സേനയ്ക്കകത്തെ 10,000-കണക്കിന് അംഗങ്ങളുടെയും ആത്മവിശ്വാസം ഇതിലൂടെ വർദ്ധിക്കും. സേനയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന ചെറിയൊരു വിഭാഗമുണ്ട്. ഇത് പാർവതീകരിച്ച് എല്ലാവരെയും മോശക്കാരായി ചിത്രീകരിക്കുന്ന പ്രവണത നാട്ടിലുണ്ട്. 1-2 കള്ളനാണയങ്ങളുടെ മറവിൽ പോലീസ് ചെയ്യുന്ന സേവനത്തെ കുറച്ചു കാണാൻ കഴിയില്ല. ചെറിയ തെറ്റുപോലും നാട് അംഗീകരിക്കാത്തതാണ് അവ വലിയ വാർത്തകളാവുന്നത്. പൊതുപ്രവർത്തകരെ പോലെ പോലീസും നല്ല കേൾവിക്കാരാവണം. ജനങ്ങൾ പല പ്രശ്നങ്ങളുമായും വരും. അത് ക്ഷമാപൂർവ്വം കേൾക്കാൻ പോലീസ് തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് ഫോഴ്സ് നിങ്ങൾ കാണണം, ഇതൊരു കേരള മോഡലാണിത്. നമ്മൾ പലതിനും മോഡലാണല്ലോ. ആരോഗ്യം കേരള മോഡലാണ്, വിദ്യാഭ്യാസം കേരള മോഡലാണ്. അതുപോലെ നമുക്ക് ഉയർത്തി കാണിക്കാൻ സാധിക്കുന്ന ഒരു പുതിയ മോഡലാണ് കേരള പോലീസ് സേനക്കകത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അപകടത്തിൽപ്പെട്ടപ്പം അദ്ദേഹത്തെ സഹായിക്കാൻ ഒരു വീട് വെച്ചു കൊടുക്കുന്ന പ്രവൃത്തി കേരളത്തിലെ പോലീസ് സേന കാണിച്ച ഏറ്റവും ഉദാത്തമായ മാതൃകയാണ്. ഇത് ആരും കൊടുക്കുന്നില്ല, ആയിരിക്കും വേണ്ട. നിങ്ങൾ കാണേണ്ടത് നിങ്ങൾ കാണിച്ച ഈ മാതൃക, കേരളത്തിലെ പോലീസ് സേന കാണിച്ച ഈ അനുകരണീയ മാതൃക, ഇത് ഏറ്റവും കൂടുതൽ പ്രശംസ അർഹിക്കുന്ന മാതൃകയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിലൂടെ അനുരൂപ മാത്രമല്ല, അനുരൂപിലൂടെ ഈ സേനക്കകത്തുള്ള 10,000-കണക്കിന് ആളുകളുടെയും ആത്മവിശ്വാസം വർദ്ധിച്ചു. നിങ്ങൾക്ക് ചില ചിന്തയുണ്ടോ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പറ്റി എന്തൊരു തിരിഞ്ഞു നോക്കുവോ? പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ പോലീസ് വാഹനം മറിഞ്ഞാണ് അനുരൂപിന് പരിക്കേറ്റത്. എസ്ഐക്കും 3 പോലീസുകാർക്കും അപകടത്തിൽ പരിക്കേറ്റിരുന്നു. അപകടത്തിൽ അനുരൂപിന്റെ സ്പൈനൽ കോഡിന് പൊട്ടലുണ്ടായി. ഗുരുതര പരിക്കേൽക്കുകയായിരുന്നു. പോലീസ് അസോസിയേഷൻ അംഗങ്ങളിൽ നിന്ന് 100 രൂപ വീതം സമാഹരിച്ചു കിട്ടി 20 ലക്ഷത്തോളം വരുന്ന തുക ഉപയോഗിച്ചാണ് വീട് പണി പൂർത്തിയാക്കിയത്. നേരത്തെ എടുത്ത ഭവന വായ്പ എഴുതിത്തള്ളി പോലീസ് ഹൗസിംഗ് സഹകരണ സംഘവും സഹായമായി എത്തിയിരുന്നു. വായ്പ എഴുതിത്തള്ളി ആധാരം ചടങ്ങിൽ അനുരൂപിന്റെ കുടുംബത്തിന് കൈമാറി. KP കുഞ്ഞമ്മദ്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി P നിതിൻ രാജ്, പഞ്ചായത്ത് പ്രസിഡന്റ് TK അഷ്റഫ്, CR ബിജു, GP അഭിജിത്ത്, P സഞ്ജു കൃഷ്ണൻ, MM അജിത് കുമാർ, M ഷനൂജ്, CK സുജിത്ത്, P മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. EV പ്രദീപൻ സ്വാഗതവും P സുഖിലേഷ് നന്ദിയും പറഞ്ഞു. ഞാൻ സിവിൽ പോലീസിലായിരുന്നു. പേരാമ്പ്ര സ്റ്റേഷൻ പരിധിയിൽ വെച്ചാണ് എനിക്ക് ഒരു അപകടത്തിൽ സ്പൈനൽ കോഡിന് പരിക്ക് പറ്റുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ മുഴുവൻ ചികിത്സാ സഹായവും കേരള പോലീസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ എനിക്ക്